കഴിഞ്ഞ രാത്രി നിങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കരമായ പോരാട്ടമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഉണർന്നെണീക്കുന്ന ദൈവിക ദൂത് കേൾക്കുന്ന ഈ ഒരു സമയം തൊട്ട് അസാധാരണമായ ഒരു ചൈതന്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പദ്ധതിയാണ്. ആയതിനാൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച ശേഷമേ ഇന്നത്തെ ആലോചന കൈമാറാൻ കഴിയുകയുള്ളൂ. എൻ്റെ കൂടെ കുറച്ചു നേരം പ്രാർത്ഥിക്കാനിരിക്കുക കേട്ടോ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ഇപ്പോൾ തൊടണമേ. ഈ നിമിഷം തന്നെ ഇവരിലേക്ക് അങ്ങയുടെ സാന്നിധ്യത്തെ അയക്കണമേ. ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികമായ ദൈവശക്തി ഇപ്പോൾ ഇവരുടെ മേൽ പകരണമേ. ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതീതമായ ദൈവത്തിൻ്റെ കൃപ ഇവരുടെ മേൽ ഇപ്പോൾ പെരുകി വരുമാറാക്കണമേ. ഇവർ ഒട്ടും ചിന്തിക്കാത്ത നിലയിലുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സമൃദ്ധിക്കകത്തേക്ക് ഈ നിമിഷത്തിൽ ഈ പ്രിയപ്പെട്ട മക്കളെ കൈമാറ്റം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവസുറ്റൊരു ചൈതന്യത്തോടുകൂടെ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം തന്നെ ഇവർ പ്രവേശിക്കട്ടെ. അസാധാരണമായൊരു രൂപാന്തരം, അതിതീവ്രമായൊരു ദൈവശക്തി ഇവരിലേക്ക് നിറഞ്ഞു വരട്ടെ. ഇന്നത്തെ പ്രവർത്തന മേഖലകളിൽ ഇന്നലെ വരെ ആർജിച്ച ബലം കൊണ്ടല്ല, ഈ സമയം ഇവരിൽ പകരപ്പെടുന്ന ദൈവത്തിൻ്റെ വിശിഷ്ടമായ അഭിഷേകത്തിൻ്റെ ഉന്നത ബലത്തിൽ ഇവർ മുന്നോട്ട് പോകട്ടെ. ഇവർക്ക് വേണ്ടി ഈ സമയം സ്വർഗത്തിൽ നിന്നൊരു അനുഗ്രഹം മഴ പെയ്തിറങ്ങട്ടെ. വ്യക്തതയോടുകൂടി ഇവരത് അനുഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു പെയ്തിറക്കം ഈ മക്കളുടെ മേൽ സംഭവിക്കട്ടെ. ഞാൻ ആ ശബ്ദം കേൾക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായ ദൈവത്തിൻ്റെ ഇടപെടിയിൽ ഇപ്പോൾ തന്നെ നടന്നു തുടങ്ങിയിരിക്കുകയാൽ സ്തോത്രം. ശ്രേഷ്ഠമേറിയ ദൈവാനുഗ്രഹം ഇവരുടെ ലൈഫിൽ ആരംഭിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കപ്പുറത്ത് ഈ ലാസ്റ്റ് മൊമെൻ്റ് വരെ ഇവരെ അലട്ടിക്കൊണ്ടിരുന്നതായ ചില ചിന്തകൾക്ക് പുറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പിശാചിൻ്റെ ഗൂഢതന്ത്രങ്ങൾ ഈ സമയം മുതൽ ദുർബലമായി പോകട്ടെ. ഇവരുടെ മനസ്സിനോട് വല്ലാതെ ഇടപെട്ടുകൊണ്ടിരുന്ന എല്ലാ തകർച്ചയുടെ ചിന്തകളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നു. അതിനെ ഞാൻ അമർച്ച ചെയ്യുന്നു, ഉടച്ചു കളയുന്നു. ദൈവത്തിൻ്റെ വിജയ പദ്ധതിക്ക് അനുകൂലമാം വിധം ചലിക്കാൻ ഇവരെ സമ്മതിക്കാത്ത എല്ലാ ചങ്ങലകളെയും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിച്ചു കളയുകയാണ്. ഒരു മഹാഭിഷേകത്തോടുകൂടെ ഇപ്പോൾ ഇവരെ ആത്മാവിൽ ബലവാന്മാരാക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. തളർന്നു കിടന്ന ഏലിയാവിൻ്റെ അരികിൽ കനലിന്മേൽ ചുട്ട അടയുമായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നതുപോലെ ഗെത്സമനിൽ പ്രാർത്ഥനയുടെ നടുവിൽ രക്തം വിയർത്ത് തളരുന്ന യേശുവിനെ ബലപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന പോലെ ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ ബലത്തെ അധികമായി പ്രദാനം ചെയ്യുവാൻ തേജോരൂപിയായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠദൂതൻ ഇപ്പോൾ ആഗതനായിരിക്കുകയാൽ സ്തോത്രം. ഈ ദൈവ സന്ദർശനത്തിനകത്തു നിന്നും ഈ ആത്മാവിൻ്റെ ബലത്തെ ഞാൻ ആർജിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയെ ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്. കർത്താവേ, നീ ഞങ്ങളുടെ അരികിൽ വന്നതിനായി സ്തോത്രം. അപ്പോൾ അങ്ങ് ഞങ്ങളെ തൊടുന്നതിനായിട്ട് സ്തോത്രം. ആ ശക്തി ഞങ്ങളിലേക്ക് പ്രവഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ എടുത്തുയർത്തുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങൾ തകർന്നു എന്ന് കൂടെ 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 പറഞ്ഞുകൊണ്ടിരുന്ന ആ മാനുഷിക ശബ്ദങ്ങളുടെ അപ്പുറത്തേക്ക് ഞാൻ നിന്നെ ഇതാ ഉയർത്തുന്നു എന്നുള്ള അങ്ങയുടെ ഉജ്ജ്വലമായ ശബ്ദത്തിന് ഞങ്ങൾ ആമേൻ പറഞ്ഞ് അങ്ങയുടെ നേരെ ഞങ്ങളുടെ കരങ്ങളെ ഞങ്ങൾ നീട്ടുന്നു. അപ്പാ, ഈ സമയം മുതൽ അതിശക്തമായ ദൈവത്തിൻ്റെ ആ മഹാചൈതന്യത്തെ ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. തോൽക്കുകയില്ല. തകർച്ചകൾക്ക് ദൈവം വിട്ടുകൊടുക്കുകയില്ല. ഞങ്ങളെ ദുരന്തങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ ജീവിതം ഒരു സംസാര വിഷയമായി തീരുവാനോ ഒരു കാഴ്ച വസ്തുവായി തീരാനോ എൻ്റെ കർത്താവ് അനുവദിക്കുകയില്ല. അവിടുന്ന് ഞങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായി മാനിക്കും.
ഇന്നത്തെ ഈ അന്തരീക്ഷത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹീതമാം വിധം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പരുവപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവകൃപ ഇറങ്ങിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദൂതന്മാരുടെ സഹായത്തിനായിട്ട് നന്ദി പിതാവേ. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി അവിടുന്ന് അയച്ച നല്ല മാലാഖമാർക്കായി സ്തോത്രം. ഞങ്ങളവരുടെ സഹായങ്ങളെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പിതാവ് ക്രമീകരിച്ച് അനുഗ്രഹമാക്കിയിരിക്കുകയാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ ഒന്ന് ബന്ധിപ്പിക്കണമെന്നത് പരിശുദ്ധാത്മാവ് പറഞ്ഞതിനാലാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചത്. വലിയ തടസ്സത്തിൽ കിടന്ന നിങ്ങളുടെ ജീവിതത്തിലെ ചില നാളുകളായി ഒരു വലിയ തടസ്സത്തിൽ കിടന്ന ചില വിഷയങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ കൃപ നിമിത്തം അത് നമുക്ക് അനുകൂലമായി തീരുകയാണ്. ആ തടസ്സങ്ങൾ മാറി ആ വിഷയത്തിൻ്റെ മേൽ ഒരു തീരുമാനമാകുന്ന കാര്യം കണ്ണുകൊണ്ട് കാണാൻ പോവാണ് ഇന്ന് പകൽ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തോണം. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം ചെയ്തു, പക്ഷേ അത് പ്രതീക്ഷിച്ചതുപോലെ ശരിയായില്ല. രണ്ടാമതൊന്നുകൂടെ അതിനുവേണ്ടി പരിശ്രമിക്കണം. പക്ഷേ അതിൻ്റെ മേൽ ചില നൂലാമാലകളുണ്ട്, ചില കുരുക്കുകളുണ്ട്. അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ മെനക്കേടാണ്, ധനനഷ്ടമാണ്. ഇങ്ങനെ നിങ്ങളുടെ മുൻപിൽ പരിഹരിക്കേണ്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സ് വല്ലാതെ ഇറങ്ങുന്നതിൽ നിന്ന് നിങ്ങളെ തടുത്തു മാറ്റി നിങ്ങളെ വല്ലാതെ മുഷിപ്പിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതീതമാം വിധമുള്ള ഇടപെടൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തൽഫലമായി തലവേദന പിടിച്ച ഒന്നും നിങ്ങൾ കാണുകയില്ല. വേഗത്തിൽ ആ കാര്യം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കും. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങൾക്ക് ആ കാര്യം അനുകൂലമായിരിക്കും. മൂന്നാമത്തെ കാര്യം, കാര്യങ്ങളെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ സ്വർഗത്തിൽ നിന്നും അനുകൂലമായ ഒരിടപെടൽ ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പ്രാർത്ഥിച്ച ഈ സമയത്ത് തന്നെ നിങ്ങളെ ബ്ലസ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിശ്ചയമായും സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ വക്താക്കൾ നിങ്ങളുടെ വഴികളിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അനുഗ്രഹം മഴ പോലെ പെയ്തിറങ്ങുന്ന കാഴ്ച ഞാൻ കണ്ടു. 100% ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിൻ്റെ മേൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തിരിച്ചു വരും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഒരു തടസ്സങ്ങൾക്കെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് ഒരു ഐശ്വര്യപൂർണമായ പുരോഗതിയെ കർത്താവ് തുറന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയത്തിലേക്കാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ നിങ്ങളെ വന്ദനം ചെയ്തില്ലല്ലോ. നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും കൂടെ ഇന്നത്തെ ദൈവശബ്ദത്തിന് മുമ്പിലായിരിക്കുന്ന നിങ്ങളെ ഒരിക്കൽ കൂടെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, കൂടെ എന്തിനാണ് ഇങ്ങനെ ഒരുപാട് പേരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. അന്നേരം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, എൻ്റെ ശുശ്രൂഷ കാണുന്ന മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ വാക്കിന് മുമ്പിൽ ദൈവം ഇരുത്തിയിരിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവരൊരുപാട് ഇടങ്ങളിൽ നിന്നും തകർന്ന ഹൃദയങ്ങളുമായി വന്നവരാണ്. രണ്ടാമത്തെ കാര്യം, അവർ ചെയ്യാത്ത തെറ്റിനു മേൽ പോലും അവർ തെറ്റിദ്ധരിക്കപ്പെട്ടവരും നിങ്ങൾ രക്ഷപ്പെടത്തില്ലെന്നൊക്കെയുള്ളതായ ശാപങ്ങൾ പലരുടെ വായിന്ന് അവർ കേട്ടതാണ്. എൻ്റെ ജീവിതം ഇത്തരത്തിലുള്ള ചില തിക്താനുഭവങ്ങൾക്ക് ഇരയായി തീരുമോ എന്നുള്ള വേദനയോടുകൂടെ എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ പലരും നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ജീവിതങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കർത്താവിൻ്റെ വക്താവായി നിന്ന് അനുഗ്രഹിക്കാൻ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരെ ഞാൻ പരിധി കൂടാതെ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് എന്ന് ഞാൻ ആ മനുഷ്യരോട് പറഞ്ഞു. അതുകൊണ്ട് പിന്നെയും ഞാൻ നിങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ സർവോന്നതമായ വലിയ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കാര്യങ്ങളെല്ലാം ശരിയാവും. പ്രിയപ്പെട്ടവരെ, വിഷമിക്കേണ്ട. നമ്മൾ ഈ യാത്രയിൽ ജയം നേടും. നിങ്ങളുടെ ജീവിതം കർത്താവായ യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞുള്ളതായ ദിവ്യമായ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഫലമായി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാം വിധം അനുഗ്രഹിക്കപ്പെടാനും ഉയർത്തപ്പെടാനും പോവുകയാണ്. നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ വചനം കംപ്ലീറ്റായിട്ടും പ്രസംഗിച്ചാൽ ഇതൊരു വലിയ വീഡിയോ ആയി പോകും. പക്ഷേ
സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ നിങ്ങളോട് പറയുവാൻ എൻ്റെ യേശു അപ്പച്ചൻ എൻ്റെ കരങ്ങളിൽ തന്ന ആ വചനം അത് പെട്ടെന്നൊന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ പൗലോസ് ലീഹ കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനം അതിങ്ങനെയാണ് പറയുന്നത്: അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. പ്രിയപ്പെട്ടവരെ, ഏറെ സ്നേഹം നിറഞ്ഞവരെ, കാൽവറി ക്രൂശിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജയോത്സവം നടന്നു കഴിഞ്ഞിരിക്കുന്നു. കാൽവറിയിൽ നമ്മുടെ കർത്താവിൻ്റെ തകർച്ചയല്ല, തോൽവിയല്ല, ജയോത്സവമാണ്. ഒന്ന് പറഞ്ഞേ, ക്രൂശിൽ യേശുവിൽ ജയോത്സവമാണ് സംഭവിച്ചത്. യേശു ജയം ഉത്സവമാക്കുകയായിരുന്നു. യേശുവിൻ്റെ ജയോത്സവമാണ് കർത്താവ് കാൽവറിയിൽ നടത്തിയത്. അല്ലാതെ ദയനീയമായൊരു മരണം അവിടുന്ന് എങ്ങനെയൊക്കെയോ ഇരന്നു മേടിക്കുകയായിരുന്നില്ല. പകരം മരണത്തിൻ്റെ മീതെയുള്ള തൻ്റെ ജയവാഴ്ച യേശു അവിടെ നടത്തുകയായിരുന്നു. അപ്പോൾ ക്രൂശിൽ നടന്ന ജയത്തിൻ്റെ ഉത്സവമായിരുന്നു. ഈ ഒരു യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് ഇന്ന് പറയണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത് ഞാൻ പറയുന്നു. ചിലരുടെ കണ്ണിൽ നീ ഇന്ന് തകർന്നവനാ. കുറേ പേര് ദുരിതവും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന നിങ്ങളെ പ്രതിദിനം കണ്ടിട്ട് നിങ്ങൾ ഇനി ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ സഹതപിക്കുന്ന കുറച്ച് പേരുമുണ്ട്. നിങ്ങൾക്ക് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നതിനെക്കുറിച്ച് വലിയ പിക്ചറൊന്നുമില്ല. പക്ഷേ നിങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളൊരു മനുഷ്യനായതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാൽവറിയിലെ രംഗം കാണുമ്പോൾ ഏതൊരു വ്യക്തികളും ആദ്യമേ ചിന്തിക്കുന്നത് അയ്യോ എന്നൊരു ഭാവമാണ്. പക്ഷേ അതിനതീതമായിരിക്കുന്ന വ്യക്തമായ കാഴ്ചപ്പാടുകൾ ലഭിച്ചവരൊക്കെയും ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ട വലിയ മനുഷ്യരാണ്. അപ്പോൾ ക്രിസ്തുവിനെ മഹിമ കണ്ടവർക്ക് മാത്രമാണ് ഈ രഹസ്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. യേശുവിൻ്റെ ദയനീയമായ അന്ത്യമായിരുന്നില്ല അത്. പകരം കർത്താവ് കരുതി കൂട്ടി ഇറങ്ങി മനഃപൂർവ്വമായി ധൈര്യപൂർവ്വം കയറിച്ചെന്ന് ഏറ്റെടുത്തതായ ആസ്വദിച്ചതായ ഒരു ഇവൻ്റായിരുന്നു യേശുവിൻ്റെ ലൈഫിലെ തൻ്റെ ക്രൂശീകരണവും തൻ്റെ പുനരുത്ഥാനവും. ആയതുകൊണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയിൽ 100% ഞാൻ പറയട്ടെ, ഇതൊരു തകർച്ചയല്ല. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശു മരണത്തെ ലോകം ഒരു വേള കണ്ടത് തകർച്ചയായിട്ടാണെങ്കിൽ അത് ഉയർച്ചയായിരുന്നെന്നും ജയോത്സവമായിരുന്നെന്നും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആകയാൽ ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഈ ദുരിത സാഹചര്യങ്ങൾ മഹത്വപൂർണമായ നല്ല ഭാവിയിലേക്കുള്ള ഒരുക്ക നിമിഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു കൊള്ളുക. ഇത് നിനക്ക് തകർച്ചയല്ല, ശ്രേഷ്ഠമായതിലേക്കുള്ള ഒരുക്കത്തിൻ്റെ വേളയാണ്. മനോഹരമായ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഈ തകർച്ചയുടെ ഈ മുറിക്കകത്തു നിന്നും ദൈവം നിന്നെ മാന്യമായ ഒരു പൊതുവേദിയിലേക്ക് ഈ ദിവസങ്ങളിൽ തന്നെ കയറ്റും. പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ, ആദരവുകൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതം കാൽവറി ക്രൂശിൽ മരണത്തിൻ്റെ മീതെ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാജയത്തിൻ്റെ അവകാശം പ്രാപിച്ചതാണ്. പിശാചിൻ്റെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടിയ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നിങ്ങളുടെ ഈ ലൈഫ്. അതുകൊണ്ട് അതിനും പിശാച് പന്താടുകയില്ല. മനുഷ്യരുടെ പുച്ഛങ്ങൾക്കിടയിൽ അത് ചവിട്ടി അരയ്ക്കപ്പെടുകയില്ല. അവഹേളനങ്ങൾക്കിരയായി അത് മാറുകയില്ല. നീ ശ്രേഷ്ഠത പ്രാപിക്കും. ദൈവം നിന്നെ ഐശ്വര്യമായി ഉയർത്തും. ഒന്ന് പറയാൻ കഴിയുമോ? ഞാനും എൻ്റെ കർത്താവിനോടുകൂടെ ആ സന്തോഷത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ പിതാവേ, നൽകി തന്നിരിക്കുന്ന പ്രവചന ശബ്ദത്തിൻ്റെ ആധികാരികമായ ഉറപ്പിന് ഞങ്ങൾ ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനു മേൽ സവിശേഷമായ ദൈവാനുഗ്രഹത്തിൻ്റെ പുതിയ വാതിലുകളെ ദൈവം തുറക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്നെൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്ത അനുഗ്രഹ സമൃദ്ധി ഇവർ ആവോളം അനുഭവിച്ചപ്പന് നന്ദി പറയും. അനുഗ്രഹിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞേ, ഒരിക്കൽ കൂടെ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. യെസ്, കർത്താവ് അത് ചെയ്തതിനായിട്ട് സ്തോത്രം. ഇവരുടെ വാക്കുപോലെ ഇവർക്ക് ഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരുപാട് ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. ഇന്നത്തെ പ്രവചന ദൂതിൻ്റെ ഈ അധ്യായം ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. നാളത്തെ ദൂതിന് വേണ്ടി ഇപ്പോഴേ ഒരുങ്ങി പ്രാർത്ഥിച്ച് കാത്തിരുന്നു കൊള്ളുക. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നടക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആത്മീക ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.